മുസ്ലിംമാർ മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊയ്ലാമാർ മൗലൂദ് ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? നീ പണ്ട് പഠിക്കണ്ടേ മൊയ്ലാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമീങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? മൗലൂദി നമ്മൾ ചെറുങ്ങനെ ആള് കൂടുതൽ വേണ്ട, കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വൽ ആയാലൊന്നും ചെല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേക്കണം, ഒരാളായാലും തിരക്കില്ല. അതിന് വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. ഏതെങ്കിലും ഒരു മുസ്ലിയാർ നിങ്ങളെ ആരെങ്കിലും മൗലൂദിന് വിളിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ മുമ്പ് ഖുറാഫികളായിരുന്നല്ലോ, വിളിച്ചിന? ഏതെങ്കിലും ഒരു സ്ഥാനം വീട്ടിൽ മൗലൂദിന് പോയിട്ട് ഭക്ഷണം കഴിച്ചു നിങ്ങൾ ആരെങ്കിലും? ഉണ്ടാവൂല. അതിന് കാക്ക മലന്ന് പറക്കണം, അതിനുണ്ടാവൂല. അതാ പേരോട് പറഞ്ഞു, ഉസ്താദ്മാർ ചെറുങ്ങനെ കഴിക്കണം, നാട്ടുകാർ വലുങ്ങനെ. ഉസ്താദ്മാർ ചെറുങ്ങനെ ഒരാളെങ്കിലും വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. കണ്ടോ? നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇതൊരു വലിയ പുണ്യകർമ്മമാണെങ്കിൽ, ഇതൊരു വലിയ ഉന്നതമായ കാര്യമാണെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഒരു കൊടിയുടെ പേരിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെ തകർത്തു കളഞ്ഞത്? പറയണം നിങ്ങൾ നാട്ടുകാരോട്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ഇല്ലാത്തതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണോ? നാട്ടുകാരൊന്നും മൗലൂദ് നടത്തുന്നതിലേക്ക് ആളുകൾ ഇങ്ങനെ പിന്നോട്ട് അടിക്കുകയാണ്. മുസ്ലിയാക്കന്മാർക്ക് പോലും നാണക്കേടായി. വേണ്ട, ഏതെങ്കിലും മുജാഹിദ് കണ്ട പിന്നെ ഓന്റെ മുന്നും കൂടെ പോകാൻ പറ്റൂല. അത് ചോദിക്കുക, ഇത് ചോദിക്കുക, ഞാൻ വരണില്ല. ചില മുസ്ലിയാക്കന്മാരൊക്കെ പറയും, ഞാൻ അവിടെ പോയി ഇരിക്കുമെങ്കിലും ഇർത്തക്കബത്തൊക്കെ ചൊല്ലുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കലാണ്. എന്തേ? അത് പറയാനൊരു മടിയാണ്. കാരണം അല്ലല്ലാത്ര വിളിച്ച് പ്രാർത്ഥിക്കലല്ലേ, എങ്ങനെയാ അത് പറയാ? പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇരിക്കാൻ പോണല്ലോ, അങ്ങനെ ഇരുന്ന് കൊടുക്കണാണ് ചില മുസ്ലിയാക്കന്മാര്. നിങ്ങൾ ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, ഈ സംഗതികളെല്ലാം അല്ലാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഇല്ലാത്ത വർത്തമാനങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞൊരു വാചകം ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. മൗലൂദ് ഖുർആൻ നോക്കി ഉണ്ടാക്കിന്നല്ലേ പറഞ്ഞ്? അല്ല, ഈ സാധനം നോക്കിയിട്ട് ഞങ്ങളെ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത്. ഇതെന്താ സാധനം? മൗലിദുർ റസൂലിൽ അഅ്ളം, മൗലിദുർ റസൂലിൽ അഅ്ളം, ഉന്നതനായ റസൂലിന്റെ മൗലിദ്. ആരാ എഴുതിയത്? മുല്ല യാസീൻ മുല്ല അഹ്മദ് മിൻ വൈൻ മിനൽ ബഹ്റൈൻ. ബഹ്റൈനിലെ ശീഈ, ഒരു ശീഈ മുല്ല എഴുതിയതാ മൗലിദ്. നമ്മളെ നാട്ടിൽ സമസ്തക്കാരാണല്ലോ മങ്കൂസ് മൗലിദിന്റെ ആളുകൾ. എത്ര കൊല്ലായി? സ്വഹാബത്തിന്റെ കാലത്തെ ഞങ്ങൾ മൗലിദ് ഓതുന്നവരാടുന്ന പോയിട 500 കൊല്ലായിട്ടുള്ള മൗലിദ് ഉണ്ടാക്കിയിട്ട് സൈനുദ്ദീൻ മഖ്ദൂമാണെന്നും മമ്പുറം തങ്ങളാണെന്നും അഭിപ്രായ വ്യത്യാസം. ഇവിടെ പറഞ്ഞു മമ്പുറം തങ്ങൾ എന്നാണ്. ഇത് കേൾക്കണിയാൽ സൈനുദ്ദീൻ മഖ്ദൂമാണ് ഇത്ര എഴുതി ഉണ്ടാക്കിയത്. എന്ത്? മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ്. എന്തെന്നാ അത് ചുരുക്കിയത്? ഇതിൽ നിന്ന് ഞാനതിൻ്റെ ശരിക്കുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കായിരുന്നു, മസ്ദർ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോഴാണ് ഈ കിതാബ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, മങ്കൂസ് മൗലിദിന്റെ തുടക്കം ഉണ്ടല്ലോ. എന്താ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം അല്ലാഹു ആദ്യം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാചകം ഷോർട്ട് വർത്തമാനാണ്, പെട്ടെന്ന് പറഞ്ഞതാണ്. അതിനെ വിശദീകരിച്ച രൂപം എവിടെ ഉണ്ടെന്നറിയോ? ഷിയാക്കള മൗലിദിലുണ്ട്. അതെന്താ? അവരുടെ ആദ്യത്തെ വാക്ക് തന്നെ ബദഉ ഖൽഖി നൂരി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പ്രകാശ സൃഷ്ടിപ്പിന്റെ പ്രാരംഭം കേട്ടോളൂ. ഇന്നല്ലാഹ തബാറക വതആല ഖലഖ നൂറ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല ഖൽഖി സമാവാതി വൽ അർള് വൽ അർശി വൽ കുർസി വൽ ലൗഹി വൽ ഖലമി വൽ ജന്നതി വൻ നാർ വഖബ്ല അൻ യഖ്ലുഖ ആദം വനൂഹൻ വഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ വയഅഖൂബ വമൂസ വഈസ വദാവൂദ വസുലൈമാൻ അലൈഹിമുസ്സലാം. തഫ്സീലായി വിശദീകരിച്ച് പറയാൻ മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞ് ഷോർട്ടാക്കി പറഞ്ഞു. എന്ത്? പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത്. എന്നിട്ടോ അതിൽ ബൈത്തും കൊടുത്തിട്ടുണ്ട്. എന്താ? മിന്നൂരി റബ്ബിൽ അർശി കവ്വന നൂറഹു വന്നാസു ഫീ ഖൽഖി തുറാബി സവാഉ
ബിഹി തവസ്സല ആദമു മിൻ ദംബിഹി വതശഫഅത് ബിമഖാമിഹി ഹവ്വാഉ. ഏതാ ജവാബ്? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ശിയാക്കളെ മൗലിദാ, ശിയാക്കളെ മൗലിദ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രകാശം, ആ പ്രകാശത്തിൽ നിന്നാണ് റസൂലുള്ളാഹിന്റെ പ്രകാശം ഉണ്ടാക്കിയത്. എത്രയാ കാണുക? നൂറുകണക്കിന് ഉദാഹരണം കാണാൻ സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല. അറിയോ നിങ്ങൾക്ക് ഇതെവിടുന്ന ഉണ്ടാക്കിയത്? ഷിയാക്കളെ മൗലിദ് കിതാബെന്ന്. പിന്നെ മുപ്പര് പറഞ്ഞല്ലോ, ഓരോ വലിയന്റെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടത് ഖുർആൻ നോക്കിയിട്ടാണ്. ഇതാരാ മൗലിദ്? സിവാജുൻ നൂറൈൻ വ മൗലിദ് സിബ്തൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പേരിലുള്ള മൗലിദ്. ഇതിനകത്ത് തന്നെ ഖുറൈശികളുടെ പേരിലുള്ളതുണ്ട്, പിന്നെ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം പ്രത്യേകം മൗലിദുകളുണ്ട്. നിങ്ങൾ ഷിയകളെ കോപ്പി അടിച്ചതാണ്, ഖുർആൻ കോപ്പി അടിച്ചല്ലോ. നിങ്ങളെ നേതാക്കന്മാരായ ഷിയാക്കളെ പിന്നാലെയാണ് നിങ്ങൾ. അവരുണ്ടാക്കിയെടുത്ത മൗലിദാണ്, അതാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ആദ്യമായി ഉണ്ടാക്കിയത് പോലും ഫാത്തിമിയാക്കൾ നിർബൽ ഭരിച്ച മുളഫർ രാജാവിന്റെ കാലത്തൊരു മൗലിദുണ്ടാക്കി. ആ മൗലിദിൽ നിന്നാണ് ഷീഇകളുടെ തുടക്കം. അവിടുന്നാണ് നിങ്ങൾ മങ്കൂസാക്കി ചുരുക്കിയത്. ഇനി നിങ്ങൾ എഴുതി വെച്ച ജാല മുഹമ്മദ് മൗലിദ് ഉണ്ടല്ലോ, ആ മൗലിദിന്റെയും തുടക്കം, ആ മൗലിദിന്റെയും ഉറവിടം ഇതിൽ നിന്നാണ്. പ്രത്യേകം പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇദ്ദേഹം പകരം മുഹമ്മദ് ഹസനി, അദ്ദേഹം പറയാണ് ബുറുദ മുമ്പ് എന്തിനൊക്കെ ഓതിന്നറിയോ നിങ്ങൾ? ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ മുസ്ലിയാക്കന്മാര് വാതിന് വരുമ്പോൾ ബുറുദ ഓതലുണ്ട്, പള്ളിക്കലിനൊക്കെ ഒച്ചപ്പാടുമ്പോൾ ഉണ്ടാക്കും. മുമ്പ് അതിനായിരുന്നു ഓതിയത്? അല്ല. പിന്നെന്തിനാ? കേട്ടോളൂ, മൂപ്പര് പറയുന്നത് കാണാം. അങ്ങനെ പാടിയിട്ട് കാണാം. ഇട ഇട ബുറുദോതുന്നെ ഇരുമീമരികിലൂതുന്നെ മരണമടുത്തൊരടിയനിലെ. മലബാറിലെ പഴയ ആചാരമാണ് ഈ പറഞ്ഞത്. മലബാറിൽ പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളുടെ മരണമാണ് ഈ പറഞ്ഞത്. ഇട ഇട ബുറുദോതുന്നെ, ബുറുദ ബൈത്ത് ഇടയിടക്ക് ചൊല്ലുന്നു. ഇരുമീമടുക്കലൂതുന്നെ, രണ്ട് മീമുള്ള സ്ഥലത്താണ് ബുറുദ മന്ത്രിക്കേണ്ടത്. ഉദാഹരണം സ്വമമി, സ്വമമി, അമമി, ഇങ്ങനെ രണ്ട് മീമുള്ളതായ സ്ഥലങ്ങളെത്തുമ്പോഴാണ് ബുറുദ മന്ത്രിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ മശായിഖ് നമുക്ക് അതിന്റെ ഇജാസത്ത് തന്നതും. അതാ പറഞ്ഞത് ഇരുമീമടുക്കലൂതുന്നെ മരണം അടുത്തൊരടിയനിലേ. മരിക്കുന്ന വ്യക്തിയുടെ അരികിൽ ഒരു ബുറുദയല്ല, ഇടയിട ബുറുദോതുന്നേ. മരിക്കാൻ കിടക്കുന്ന ആളരികിൽ ഖുർആൻ ഒരു ഭാഗത്തോതുമ്പോൾ ബുറുദ ഒരു ഭാഗത്തോതിയിരുന്നു. കേട്ടോ, എന്തായിരുന്നു മുമ്പത്തെ മുസ്ലിമീങ്ങൾ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, മരിക്കാൻ കിടക്കുമ്പോഴും ഇത് കേൾക്കേണ്ടി വരുന്നില്ലല്ലോ. ഇന്നത്തെ മുസ്ലിമീങ്ങൾ എത്ര രക്ഷപ്പെട്ടിക്കണ്. ഈ ജാതി ഒരു വണ്ടിയും വരെ ഓർക്ക് കേൾക്കണ്ട. എന്തേ? മരിക്കാൻ കിടക്കുന്നവന്റെ മുന്നിൽ ബുർദ ഓതിയിരുന്നു. എന്ത് ബുർദ? മരിക്കാൻ കിടക്കുന്നതിന്റെ അവസ്ഥ അറിയാലോ. കൈകാലിട്ടടിച്ചിട്ട് ഓനാ സക്കറാത്തിന്റെ ഹാലിൽ ഹോ ഹോ ബേജാറായിട്ട് കിടക്കുന്ന സമയത്ത് ഇയാൾ ചോദിക്കാണെന്ത്? അമിന്ദി റാനിംബിദി സലമീ മസജിതദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമീ. എന്താ ചോദിച്ചത്? അമിൻ തദക്കുരി റാനിംബിദി സലം, ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ സഖി നിൻ നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കുന്നത്? ഓ, മരിച്ച് വെപ്രാളത്തിൽ കിടന്നിട്ട് കരയാണ്. അപ്പൊ ചോദിക്കാണ്, ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ ഇജ്ജ് കരയണേ? കഴിഞ്ഞില്ല. അതല്ല, കാളിമത്തിന്റെ ഭാഗത്തു നിന്ന് വല്ല കാറ്റും അടിക്കുന്നുണ്ടോ?
അതല്ല ഇളം ദേശത്ത് നിന്ന് മിന്നൽ പിണർ പ്രത്യക്ഷപ്പെട്ടുവോ? ഈ ജാതി വർത്താനങ്ങളൊക്കെ കേൾക്കും മരിക്കാൻ കിടക്കുന്നു. അങ്ങനെ അറബി അറിയണ്ടല്ലോ, കാലുമടക്ക് ഒറ്റ തൊഴി കൊടുക്കും. ചെങ്ങായി ഞാൻ മേജാറായി കിടക്കും വെച്ച് പാട്ട് പാടാനാണ്. പോരാത്തതിന് ഇടക്കിടക്കും ഊത്തല്. എന്താ ഇടയിടെ ബുറുതോതുന്നേ ഇരുമീ മരികിലൂതുന്നേ മരണമടുത്തോരടിയനിലേ. മലബാറിലെ മുസ്ലിമീങ്ങൾ എത്ര പ്രയാസപ്പെട്ടു. മുസ്ലിമീങ്ങളെ നിങ്ങൾ എത്ര സന്തോഷം. ഈ ജാതി ഒരു വണ്ടിയും പോലെയും വേണ്ടല്ലോ. ഇങ്ങനെ ആരുടെങ്കിലും ഓതുമ്പോൾ വിചാരിക്കും പഠിച്ചോലെ നേരത്തെ തന്നെ ഞാൻ മുജാഹിദാവേണ്ടതായിരുന്നു. ഈ ജാതി ഒരു പേദർശാനി എനിക്കും ഉണ്ടാവില്ല. ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നതാ. ഇതിനെയൊക്കെയാണ് ശക്തമായ പ്രബോധനത്തിലൂടെ മുജാഹിദുകൾ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് ശുദ്ധമായ ആദർശത്തിലേക്ക് കൊണ്ടുവന്നു. മരിക്കാൻ കിടക്കുന്നിടത്ത് മാത്രം കൊണ്ടുപോകുമ്പോ തന്നെ ജാഥ വിളിച്ചിട്ടാ പോവുക. മുമ്പ് പറഞ്ഞത് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ബുർദ ഓതിട്ടുണ്ട് മുമ്പ് കൊണ്ടുപോയിരുന്നെന്ന്. ബുർദ ഓതിയിട്ടാ കൊണ്ടുപോയിരുന്നാ പറഞ്ഞത്. നിലക്കൊന്നും ഇപ്പൊ കിടക്കണില്ല. അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, മുജാഹിദികളെ മയ്യത്ത് കൊണ്ടുപോകും, മുണ്ടാതെ പോകും. കണ്ടോ ചത്ത പശുക്കളെ കൊണ്ടുപോകണ പോലെ അവര് കൊണ്ടുപോകുന്നത്. നമ്മളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൊണ്ടുപോകുന്നത്. വഹാബികളുടെ കാര്യം പരിതാപകരമല്ലേ എന്ന് ചോദിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. എന്നാലേ ഞങ്ങൾ സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിലാടോ, റസൂലുള്ളാഹിയും സഹാബത്തും പഠിപ്പിച്ച മാർഗത്തിലാണ് ഞങ്ങൾ. മരണപ്പെട്ട വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസയെ അനുഗമിക്കുന്ന ആളുകൾ മുണ്ടാതെ പോകണമെന്നാണ് സലഫു സാലിഹീങ്ങളുടെ രീതി. അത് നിങ്ങൾക്കറിയാത്തതാണ്. കേട്ടോ, ഒരു മുസ്ലിയാരെ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണം. ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫു സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവും. അപ്പൊ കേട്ടോ, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കമില്ല. ഏത് മുസ്ലിയാർക്കാ തർക്കം? ഏത് മുസ്ലിയാർക്കാ തർക്കം? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണമെന്നല്ലേ? അവിടെ മുദ്രാവാക്യം വിളിക്കണമെന്നാണോ? ഇല്ല ഇല്ല, മിണ്ടാതെ പോകലാണ് വേണ്ടതെന്ന്. അതാ സലഫു സാലിഹീങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഇമാം നബവി തന്നെ അൽ-അദ്കാറിൽ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പ്രമാണത്തിലുള്ളതേ ചെയ്യുള്ളൂ. മുജാഹിദികൾക്ക് മുമ്പ് തറാവി 20, പിന്നെ 8, ഇപ്പൊ എപ്പോഴും ആകാന്ന. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാന്തപുരം വിഭാഗം അടുത്ത പരിപാടി വെക്കുന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മറുപടി പറയാൻ? ഞാനിതാ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് ഒരു സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ മുസ്ലിയാക്കന്മാരെ? ഞങ്ങളെ കയ്യിൽ അഹ്സനിമാരെ കിട്ടിയിട്ടേ ഞങ്ങളെ മുന്നിൽ അഹ്സനിയിരുന്നു. ഞങ്ങൾ ചോദിച്ചു, അയാൾ പറഞ്ഞു റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അള്ളാന്റെ റസൂൽ 20 നിസ്കരിച്ചിട്ടില്ല. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്ക്. അവിടുത്തെ പ്രിയപത്നിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തേ പറഞ്ഞത്? അവിടുന്ന് റമദാനിലാണെങ്കിലും അല്ലാത്ത കാലത്താണെങ്കിലും അവിടുന്ന് 11-നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. എല്ലാ കാലത്തും റസൂലുള്ളാഹി നിസ്കരിച്ചു. റമദാനിൽ പ്രത്യേകം തർവീഹാത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിച്ചു. കേട്ടോ, കിതാബ് പഠിക്കണം, ഹദീസ് പഠിക്കണം, കൃത്യമായി പണ്ഡിതന്മാര് പറഞ്ഞത് പഠിക്കണം. അറിയില്ലേ മാലിക് ഇമാമിന്റെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാർ എത്രയാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹി 20 നിസ്കരിച്ചതോ സ്വഹാബത്ത് ചെയ്തതോ ഇല്ല. അങ്ങനെ ഒരു തെളിവേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ച നിസ്കാരം ഹാദാ സ്വലാത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരമാണ് എന്ന് ഖാലൽ ജൗരി എന്ന് പറഞ്ഞുകൊണ്ട് സുയൂത്തി രേഖപ്പെടുത്തും നമുക്ക് കാണാൻ പറ്റുന്നു. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞങ്ങൾ പ്രമാണത്തിലുള്ളതേ ചെയ്തിട്ടുള്ളൂ, ഇല്ലാത്ത ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല.
മുജാഹിദുകളെ തുടർന്ന് നിസ്കരിക്കരുത്, അവരുമായി ഒരു ബന്ധവും പാടില്ല, അവരടുത്ത് തിന്നാൻ പാടില്ല, എന്തൊക്കെയാണ് മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. എന്നാലേ പടച്ചോ നിങ്ങൾക്ക് ചരിത്രപരമായ ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട്. നേരെ തിരിച്ചു ഇപ്പൊ എന്താ, മുസ്ലിയാക്കന്മാരെ തന്നെ APAയും കാന്തപുരത്തെ ഒന്നും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞു തുടങ്ങി. കേട്ടോളൂ. ഹുസൈൻ ചേലാമ്പ്ര, എൻ്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേജ തിരുകേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. കേട്ടോ, കാന്തപുരം വിഭാഗത്തിലെ ആളുകൾ കണ്ണു തുറന്ന് കണ്ടോളൂ, കാത് തുറന്ന് കേട്ടോളൂ. നിങ്ങളെ വലിയ ശൈഖുന കാന്തപുരത്തെ തന്നെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഉസ്താദിനെ പറ്റൂലെങ്കിൽ പിന്നെ ശിഷ്യന്മാരെ കാര്യം പറയാനുണ്ടോ? മാത്രല്ല അയാൾ നിക്കാഹ് ചെയ്തു കൊടുത്താൽ അത് സഹിയാകൂല, അയാള് അർത്താൽ തിന്നാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, എന്ത് സുൽത്താനായിട്ടെന്താ, എന്ത് ഖബറായിട്ടെന്താ, എന്ത് കമറായിട്ടെന്താ, ഒരു കാര്യവുമില്ല. ആരാ പറഞ്ഞേ? നിങ്ങളെ കൂട്ടത്തിലെ പണ്ഡിതന്മാര് തന്നെയാ. നിങ്ങളെ ഉസ്താദിന്റെ കയ്യിന്ന് സനത് വാങ്ങി പുറത്തിറങ്ങിയ സക്കാഫിയാണത്, ഇസ്മായിൽ സക്കാഫി. മൂപ്പരെന്തോ സനത് കിട്ടണവര് മുണ്ടിയില്ല. സനത് കിട്ടിക്കഴിഞ്ഞ് പുറത്തു വന്ന് പറഞ്ഞു, പഠിച്ചോനെ ഈ ജാതി ആളെടുത്താണല്ലോ ഞാൻ നിന്നത്, ഇത് ജനങ്ങളെടുത്ത് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിലേക്ക് മടങ്ങിപ്പോരോ. മുജാഹിദുകൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ വേണ്ടി വന്ന നിങ്ങൾ പടുകുഴിയിലാണ് കേട്ടോ. നിങ്ങൾ അഗാധ ഗർത്തത്തിൽ ആണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങി വരണേ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, പരലോകത്തേക്ക് നമുക്കൊന്ന് പോകേണ്ടതില്ലേ? ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകേണ്ടവരല്ലേ നമ്മൾ? അതെ, മലക്കുൽ മൗത്ത് കടന്നു വന്നാൽ അതോടെ നമ്മളുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിയുകയാണ്. അടുത്തത് ഖബറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഉത്തരം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. പരലോകത്ത് എത്തിയാൽ കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, അവിടെയെല്ലാം ഒറ്റക്കൊറ്റക്ക് മാത്രം റബ്ബിന്റെ അടുത്ത് കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങളില്ല, ഇവിടുത്തെ ഉസ്താദുമാര് നേതാക്കന്മാരില്ല, ആളുകളെ ത്രസിപ്പിച്ചു നിർത്തുന്ന മറ്റാളുകളില്ല. ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ എന്ത് മറുപടി പറയുമെന്ന് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ശരിക്ക് ആലോചിച്ച് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളണേ. ഖൈറായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.